ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുക്കുന്നുണ്ടോ? നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ട്. ആണോ? ഇന്നെന്നാ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. നേരത്തെ കഞ്ഞി കുടിക്കുക, കിടന്നുറങ്ങും. കഞ്ഞിയാണോ? നമുക്ക് ഇന്ന് വെറൈറ്റി കുടിക്കുക. ഇന്നെന്നാ ഉണ്ടാക്കുന്നേ? എന്നത്? ഇന്നെന്നാ അമ്മേ? കപ്പ, ചക്ക. അതൊന്നും വേണ്ട, വേറെ വേറെ വേറെ. പിന്നെ വല്ല ചെയ്യാൻ പോകാച്ചല്ലോ, ചേനയൊക്കെ. വേണ്ട 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 വേണ്ട. നല്ല തണുപ്പല്ലേ? സൂപ്പർ തണുപ്പാ. എന്നാ ചെയ്യുമ്പോ നീ തണുപ്പം പിടിച്ചേ. എന്നാ ഇന്ന് ഫുഡ്? നമുക്ക് എന്നാ ഫുഡ് ഉണ്ടാക്കാം? ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനോ? ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കൻ പോലെ കാര്യം ചെയ്യാം. എല്ലാ ദിവസവും ഞാനാ കറി വെക്കുന്നേ. ഇന്ന് അച്ഛ വെക്കട്ടെ. അത് കൊള്ളാലോ. സ്പെഷ്യൽ ചിക്കൻ കറി. അതെ, ഇന്ന് അച്ഛ സ്പെഷ്യൽ ചിക്കൻ കറി. എനിക്ക് അറിയാവുന്ന പോലൊക്കെ വേണേ റെഡിയാക്കി തരാം. ലോറിയപ്പോ ഒന്ന് ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റ് കിട്ടണം. അത് തട്ടിക്കൂട്ട് കറിയാടാ. ലോറിയപ്പോ എല്ലാം നല്ല കറി. അത് മതി. അതാ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല കറിയാ. റെഡിയാക്കാം അല്ലേ? ഇത് എന്റെ തലയിൽ ഈ അടുക്കള കൊണ്ട് വെക്കുവോ? കുഞ്ഞി അസിസ്റ്റന്റ്, അച്ഛ കുക്ക്, ഞാൻ ക്യാമറാമാൻ. കുഞ്ഞി തീ കത്തിച്ചോ. ഉരുളി ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായി വരട്ടെ കേട്ടോ. ഇത് നമുക്ക് തനി നാടൻ സ്റ്റൈലാണ് കേട്ടോ. തനി ലോറി സ്റ്റൈല്. ലോറി സ്റ്റൈല്. ലോറി വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉരുളിയൊന്നുമില്ല. സാധാരണ ഒരു അലുമിനിയത്തിന്റെ ചട്ടിയായിരിക്കും. ഒരു ചട്ടിയേ ഉള്ളൂ അതിനകത്ത്. അതിപ്പോ ഈ സ്റ്റീൽ ഗ്ലാസ് കിട്ടിയാലും അതിന്റെ അകത്ത് കറി ഉണ്ടാക്കുകയോ അതൊക്കെ വെക്കും. അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും. ആകെ ഒരു 3-4 പാത്രമൊക്കെ കാണത്തുള്ളൂ. ചോറ് തിന്നാനായിട്ട് ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ്, ഒരു 3-4 പ്ലേറ്റ് കാണും. പ്ലേറ്റ് ചിലപ്പോൾ ഞങ്ങൾ കൂടുതൽ വാങ്ങിക്കും. എന്നാന്നറിയാമോ? ചിലപ്പോൾ അയിലൊക്കെ ആയിട്ട് 2-3 പേരൊക്കെ വണ്ടിയൊക്കെ നിർത്തി കഴിയുമ്പോൾ നമ്മൾ കൂട്ടുവണ്ടികളൊക്കെ കൊണ്ട് നിർത്തും. അപ്പൊ അവർക്കും ചിലപ്പം ഫുഡൊന്നും കാണത്തില്ല. അപ്പൊ പിന്നെ ചിലപ്പം എല്ലാവരോടും ഒന്നിച്ചങ്ങ് കഴിക്കും. ഈ വെളിച്ചെണ്ണയും ഈ വിനാഗിരി കുപ്പിയും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലേ വിനാഗിരി എടുത്തൊഴിക്കുമല്ലോ. വെച്ചിട്ടുണ്ടല്ലോ. എല്ലാ സാധനവും റെഡിയാ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് റെഡിയാക്കാനുള്ള ഉള്ളൂ കേട്ടോ. നമുക്കൊരു ചട്ടിയൊക്കെ ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണയും കൂടെ ചോദിക്കാവേ. അത് മതി. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാലേ കഴിഞ്ഞ മാസം വെച്ച കറി ഉണ്ടാക്കിയിട്ട് എന്തേലും വരെ എടുത്തൊഴിച്ച വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചുണ്ടായിരുന്നു. അതെ, കിഴങ്ങ് കറിക്കകത്ത് പകുതി വെളിച്ചെണ്ണ വരെ. നമ്മളെ ആദ്യമൊക്കെ പോകുമ്പോൾ ഈ ഇടികല്ലും ഒന്നും നമുക്ക് വണ്ടിയിലൊന്നും കാണത്തൊന്നുമില്ല. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇതുപോലെ അങ്ങ് റെഡിയാക്കി വെച്ചിട്ട് അങ്ങ് വാരി അങ്ങ് ഇടത്തുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് കടുകൊക്കെ ഉണ്ടെങ്കിലേ ഇടത്തുള്ളൂ, ഇല്ലേ ഇടത്തൊന്നുമില്ല. ഇപ്പം വേണ്ട, കടുകില്ല എന്ന് വെച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും സവോളയും കൂടെ ഇട്ട് കൊടുക്കും. ഇനി ഇതൊക്കെ കണ്ടു പഠിച്ചോണം കേട്ടോ. ഇത് അച്ഛയൊക്കെ എക്സ്പീരിയൻസ് പഠിച്ചതല്ലേ? അതൊക്കെയാണ്. ഗതികെട്ടപ്പം പുല്ല് ഒന്നുമല്ലേ? ഗതികെട്ടപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന് പഠിച്ചതാ. ബോംബെയിലൊക്കെ ഈ ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്കിനുമേ അവിടുത്തെ ഈ ട്രാൻസ്പോർട്ട് ഓഫീസുകളുണ്ട്. അപ്പോൾ നമുക്ക് അവര് എല്ലാ വണ്ടിക്കാർക്കും പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് തരും. അപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് കഴിക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അവിടുത്തെ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പമുള്ള പ്ലേറ്റാണ് കിട്ടുന്നത്. അങ്ങനല്ല. അപ്പൊ അതുകൂട്ട് ഒരു പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറൊക്കെ സാപ്പിട്ട് കഴിഞ്ഞാൽ നല്ല വൈകിട്ട് വരെ ഇരുന്നോളും. അതെ. അവരെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഈ കറികളെല്ലാം പ്ലേറ്റിനകത്തൂടെ ചെറിയ കുഞ്ഞ് പ്ലേറ്റ് ഉണ്ട്, ഇത്ര ഉള്ള, അതിനകത്തൂടെ കറികളെല്ലാം വെക്കും. അപ്പൊ അതിനുള്ള വലിപ്പമുള്ള പ്ലേറ്റാണ് തരുന്നത്. വട്ടത്തിൽ നിറച്ച് വെക്കും. താലി മീൽസ് എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സവോളയും കൂടെ ഇട്ട് കൊടുക്കാം.
നമുക്ക് ഈ അരിഞ്ഞ് വെച്ച സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. സവോള ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. സവോള കൂടുതലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. സവോള അനുസരിച്ച് ചിക്കനും ഉണ്ട് 2-3 കിലോ. ഗ്രേവി വേണം, ഇല്ലെങ്കിൽ പിന്നെ ചാറ് കൂട്ടി ഞങ്ങൾ എടുക്കും. ഇന്ന് വൈകുന്നേരം കഴിഞ്ഞ് പിന്നെ നാളെ ആകുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കേണ്ടി വരും. ഇത് നമ്മൾ ഒന്നും ചേർക്കില്ല. സാധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചിക്കൻ മസാലയൊക്കെ ആയിരിക്കും വണ്ടിയെ വാങ്ങിച്ചു വെക്കുന്നത്. ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഈ ഐറ്റം എപ്പോഴും കാണും. അപ്പോൾ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയായിരിക്കും. അപ്പോൾ ഇത് ഒരു മസാല പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇടുന്ന പോലെ 1 സ്പൂൺ 2 സ്പൂൺ ഒന്നും പറഞ്ഞൊന്നുമല്ല ഇടുന്നത്. ഒരു പാക്കറ്റ് മൊത്തം ഇടുകയില്ല. ഒരളവ് കണ്ടിട്ട് നമ്മൾ കൈക്ക് പൊട്ടിച്ചങ്ങ് ഇടുക ചെയ്യും. അതിൽ 2-3 ട്രിപ്പൊക്കെ ചിക്കൻ വെക്കാനുള്ളത് കാണും. ഒരു ചിക്കൻ മസാലയോ? അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു കൈ അളവിൽ അങ്ങ് ഇടുക ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഇരുന്ന് അങ്ങോട്ടേ വഴറ്റിയെടുക്കാം. അങ്ങോട്ട് വരട്ടെ. ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഞാൻ അതിശയിക്കുമായിരുന്നു ഉപ്പൊക്കെ ഇട്ട് വഴറ്റണോന്ന് അറിയാവോന്ന്. അത് നീ എനിക്ക് ആണല്ലോ. നിങ്ങൾ അതൊക്കെ വഴറ്റുമ്പോഴത്തേന് ഞാനേ ചിക്കൻ കഴുകിയെടുക്കാം. പിന്നെ അമ്മ നല്ല കഷ്ണം മുറിച്ചതൊക്കെ നോക്കി മാറ്റി വെക്കുന്നേ. ഇതോ ഞാൻ എല്ലാ ദിവസവും ചിക്കൻ വാങ്ങിച്ചു കഴിയുമ്പോഴേ ഇതുപോലെ കുറച്ച് ചിക്കൻ ഇങ്ങനെ മാറ്റി വെക്കും. എന്തിനാന്നറിയോ? ഇല്ല. 2 ദിവസം കഴിയുമ്പോ സ്റ്റൂ ഉണ്ടാക്കാനാ, ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ. വെറുതെ അല്ലല്ലേ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞ ഒരു 2 ദിവസം കഴിയുമ്പോ സ്റ്റൂ പൊങ്ങി വരുന്ന കാണാം. ചിക്കൻ സ്റ്റൂ. ഇപ്പോഴതിന്റെ ഐഡിയ പിടികിട്ടിയല്ലേ? അതെ അതെ. ചിക്കൻ കറി എല്ലാം തീർന്നു കഴിയുമ്പോ 2 ദിവസം കഴിയുമ്പോ ഞാൻ പിറ്റേ ദിവസത്തെ കാപ്പി ആയിട്ട് ഉണ്ടാക്കുന്ന അപ്പം ഉണ്ടാക്കും. ഇടയ്ക്ക് ഫ്രീസറേ തുറന്ന് നോക്കുമ്പോഴ അതിന്റെ അകത്ത് ഇരിക്കുന്ന കാണും. ഞാൻ പിന്നെ വേറെ വല്ലതും ഒന്നോടത്തൊന്നും നോക്കത്തില്ല. അപ്പൊ അന്നത്തെ കാപ്പിയാകും അപ്പവും ചിക്കൻ സ്റ്റൂ. ഐഡിയ വേണം. അതെ അതെ അതെ. നമ്മുടെ സവോളയൊക്കെ വഴന്നൊരു ബ്രൗൺ കളറിലോട്ട് പതുക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അമ്മ ഉറങ്ങി ഒരു 1 മണിക്കൂർ ഇരിക്കണോന്നാ സവോള വഴരാൻ. ഞങ്ങക്കേ ലോറിയിലാണേലും ഒരാള് ഓരോന്നോരോന്ന് ചെയ്യുന്ന അനുസരിച്ച് കൂടെ നിൽക്കുന്ന സഹായി അടുത്തടുത്ത പരിപാടികൾ ചെയ്തോണ്ടിരിക്കും. എന്ന് പറഞ്ഞ പോലെ ചിക്കനൊക്കെ പെട്ടെന്ന് സഹായി ഇങ്ങോട്ട് കഴിയങ്ങ് എടുത്തേ. അതെ അതെ അതെ. ഇത് പെട്ടെന്നാവുന്നേ. എനിക്ക് ഏറ്റവും താമസമുള്ള മീൻ പെട്ടെന്നേക്കാളും എനിക്ക് താമസം ചിക്കൻ കഴുകാൻ. ഇത് ഓരോ പീസ് എടുത്ത് നല്ലപോലെ കഴുകി. നമ്മുടെ സവോളയെല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഇത്രയൊന്നും വഴറ്റുവേല. ഇതിപ്പം വീട്ടിൽ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്ര അങ്ങ് വഴറ്റി എന്നുള്ളത് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ മെനക്കെട്ട് റെഡിയാക്കുന്നേ. പിന്നെ നമുക്കേ വേണ്ട മസാലകളും ഒക്കെ കൂടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിലൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെന്നറിയോ, ഒരു ഡബ്ബായ്ക്കകത്തോട്ട് എല്ലാ പൊടികളെല്ലാം കൂടെ ഇതുപോലെ തന്നെ ഇട്ട് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ മസാല നമ്മൾ എടുത്തിട്ടേ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ അങ്ങ് കുടഞ്ഞങ്ങ് ഇടും. അതിനൊരു കൈ ഒരളവേലങ്ങ് ഇടുക ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ്റെ അളവും നമ്മൾ വെച്ചേക്കുന്നതൊക്കെ ഒരു മനസ്സിലൊരു കണക്കൂട്ടലുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ മസാല അതിനുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു ശകലം മുളക് പൊടി അതിട്ടോ, കാശ്മീരി പൊടി, അതുകൊണ്ട് കുഴപ്പമില്ല. 2-3 സ്പൂൺ മുളക് പൊടി. അതിന് വലിയ എരിവില്ലാത്തല്ലേ. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കും മസാലയെല്ലാം കൂടെ. ചേട്ടാച്ചൻ ജിമ്മിൽ പോയിട്ട് വന്നെന്ന് തോന്നല്ലോ. അച്ചമ്മച്ചിയേ മകന്റെ കറിവൈ നോക്കുമായിരുന്നു. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. മകൻ കറി വെച്ച് ഇത് അവന് നിർബന്ധം ലോറിയൽ ഉണ്ടാക്കുന്ന പോലെ വെച്ച് കൊടുക്കുന്നു. എന്നാ പിന്നെ അങ്ങനെ വെച്ചേക്കാന്ന് വെച്ചു. നമുക്ക് ലോറി മേടിച്ചാൽ അതിലുണ്ടാക്കാറുണ്ടല്ലോ. അതെ 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 അതെ. അങ്ങനെയാണെങ്കിലും കറി നന്നായി ഇരുന്നാച്ചാൽ മതി. ഞാൻ അനങ്ങാതെ ഇവിടെ ഇരുന്നോളാം. ധൈര്യമായിട്ട് അവിടെ പോയിരുന്നു. അപ്പം സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഉണ്ടായിരുന്നു ബോബി, ജിമ്മിൽ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? മഴയുണ്ടായിരുന്നു? നല്ല മഴ. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ മഴ പെയ്ത്. വന്ന് ഭയങ്കര മഴയായിരുന്നു. ഇവിടെ വന്ന് കോട്ട് ഊരിയപ്പം മഴ തുടങ്ങി. പിന്നെ മഴയുണ്ടോന്ന് അറിയത്തില്ലായിരിക്കും, അതായിരിക്കും. ഇവിടെ നല്ല മഴയായിരുന്നു. അവിടെ
മാഷ് എന്നാ പറയുന്നത്? നിങ്ങളുടെ മാഷ് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് എന്നാ പറയുന്നത്? ഒന്നും പറയാനില്ലേ മാസ്റ്റർക്ക്? നല്ലതാണോ മോശമാണോ ചെയ്തത് ശരിയായിരുന്നല്ലോ ഒന്നും പറയുന്നില്ലേ? പറയും. പറയുമല്ലേ? വഴക്കും പറയും ഇടയ്ക്ക്. പറഞ്ഞു തരുമോ? അപ്പോൾ നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാലയെല്ലാം കൂടെ ഒന്നുകൂടെ നമ്മൾ റെഡിയാക്കി ഇളക്കി വെക്കും. ഇളക്കി സെറ്റ് ചെയ്ത് എടുക്കാം. നമുക്കേ മസാലയെല്ലാം ചിക്കൻ നല്ലപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് റെഡിയാക്കി വെക്കാം. ഇനി അങ്ങോട്ട് ചിക്കൻ വേഗം നേരം എടുത്താൽ പോയി. ഇനി കുറച്ച് നേരം ഇരുന്ന് ചിക്കൻ അങ്ങ് വേകട്ടെ. ആ, ഓക്കെ. ഞങ്ങളിടുമ്പോഴേ കരിയാപ്പന ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഇടത്തേ ഉള്ളൂ. ചിലപ്പം കിട്ടുന്ന പോലൊക്കെ പിച്ചിക്കീരിയൊക്കെ അങ്ങ് ഇടും. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് ഇട്ട് വിട്ടിട്ട് മൊത്തത്തിൽ ഇട്ട് വെക്കാം. എന്നിട്ട് കുറച്ച് ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. ലോറി സ്റ്റൈൽ എന്ന് പറയുമ്പോ അതുപോലെ വേണ്ട. ഇതിന് കുറച്ച് തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിലേ ഇടത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഇടത്തൊന്നുമില്ല. തേങ്ങയും കൊത്തും അങ്ങിടത്തല്ലേ ഉള്ളൂ. തേങ്ങ മൊത്തത്തോടെ ഇടുമല്ലേ ഉള്ളു. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വെന്ത് വരട്ടെ കേട്ടോ. കുഞ്ഞിയുടെ ആഗ്രഹപ്രകാരം. അതെ, വേവട്ടെ. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവർ വീട്ടിലുണ്ടാക്കുന്ന പോലെ തേങ്ങാപ്പാലും ഒന്നും ഒഴിച്ചൊന്നും അല്ല വെച്ചേക്കുന്നത്. നമ്മൾ സാധാരണ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കാമെന്നാണ് വണ്ടിയൊക്കെ പോകുമ്പോൾ ആലോചിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ റെഡിയാവും. നല്ലപോലെ തിളച്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കിയേക്കാം കേട്ടോ. ശരി. എന്താണ് ചിക്കൻ കറി റെഡിയായോ? കഴിക്കാറായോ? വിശക്കുന്നു. വിശക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ ചിക്കൻ കറി പോലെയാണോ ഞങ്ങളുടെ ചിക്കൻ കറി നോക്കണം കേട്ടോ. ഞങ്ങളുടെ കറിയുടെ അത്രയും കളറില്ല. ആണോ? കളറില്ല. കളർ മാത്രമേ ഉള്ളല്ലോ കുഴപ്പം. കാര്യം നോക്കട്ടെ. അപ്പൊ ഇനി ഇതിനകത്തേ ഒരു ചെറിയ പരിപാടികളെ, വെളിച്ചെണ്ണയ്ക്ക് വില കുറവായതുകൊണ്ട് ഒരു 2 തുള്ളി വെളിച്ചെണ്ണ. 2 തുള്ളി. മതി. 100 രൂപയുടെ വെളിച്ചെണ്ണയായി. അപ്പോൾ നമ്മുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചേക്കാം. ചൂടോടെ വാങ്ങി കഴിക്കാം കേട്ടോ. അപ്പൊ ഞാനേ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് കഴിക്കാൻ കേട്ടോ. അതാ പറഞ്ഞ ഞാനൊരു സാധനം ഉണ്ടാക്കി തരാം. അതിന് അമ്മയോട് പറഞ്ഞു, അമ്മ റെഡി ആയിക്കോളും കേട്ടോ. നമുക്ക് ഇതെല്ലാം പുഴുങ്ങാൻ വെക്കാം. ഇന്നൊരു സ്പെഷ്യൽ ഫുഡ്, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒരു ഫുഡാണ് നമ്മള്. അതെ, വളരെ കഷ്ടപ്പാടാണ്. കടയിൽ നിന്ന് ആരേലും ഉണ്ടാക്കി തരുന്ന ബ്രെഡ് വാങ്ങിച്ച് ആവിക്ക് വെക്കുക. അതെ, വളരെ കഷ്ടപ്പാടാണ്. പക്ഷേ ആവിക്ക് വെക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒന്ന് ആവി കയറിയാ മതിയേ, നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ. സോഫ്റ്റ്. ഇതിന്റെ ശരിക്കും കോമ്പിനേഷൻ എന്താണ്? സ്റ്റൂ. സ്റ്റൂ ആ ഇതിന്റെ ശരിക്കുള്ള കോമ്പിനേഷൻ. ഹോട്ടലിലെല്ലാം കിട്ടും. ഒന്ന് ആവി കയറിയാൽ മതി, നല്ല സോഫ്റ്റ് ബ്രെഡ്. അടച്ചു വെച്ചിട്ട് അടച്ചു വെക്കണേ. അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറി വരണം. അടച്ചോ ബ്രെഡ് വെക്കാൻ നേരത്ത് പോപ്പിക്കൂക്ക് വന്നല്ലേ? അതെ അതെ. ഇപ്പം ബ്രെഡ് ആവി കയറി എടുത്തോളൂ. സോഫ്റ്റ്. സോഫ്റ്റ്. നല്ല സോഫ്റ്റ് ആണല്ലോ. നല്ല പഞ്ഞി പോലെ ഇരിക്കും. കറി എടുക്കട്ടെ. കഴിച്ചേക്കാം. വിളമ്പിക്കോട്. ഇത് എടുക്കട്ടെ. ഒന്ന് സ്പെഷ്യൽ. ഇതാണ് സ്പെഷ്യൽ. ചെല്ലമ്മ. അമ്മയുടെ പേരും മാറ്റി കിട്ടോ, ചെല്ലമ്മ. ഒരു പാത്രം കൂടെ വേണ്ടേ? ഒരാൾ കഴിക്കണ്ട. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അതെ, ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം കറി കഴിച്ചു നോക്കാം. അതാ പറഞ്ഞു. തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണോ? ഇന്ന് വണ്ടിക്കാരന്റെ കറിയാണല്ലേ? ഞങ്ങളുടെ കറി പോലൊന്നും വെക്കത്തില്ലെങ്കിലും
കുഴപ്പമില്ല, അടിപൊളിയാ. ഉള്ള പോലെ പറയണ്ടേ അല്ലേ? എന്താ അറിയാം. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ചിക്കൻ കറി ഉണ്ടാക്കി തന്നിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാണോ? അല്ല, ഇത് എളുപ്പമാണ്. ഞങ്ങള് വെക്കുന്നതല്ലേ ഇഷ്ടപ്പെട്ട് വെക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ മതി അല്ലേ? എന്തിനാ വെറുതെ ഈ കഷ്ടപ്പെടുന്നത്? അല്ല, ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അടുക്കളയിൽ കയറി ഇത്രയും പാടുപെട്ട് കറി വെക്കണ്ടല്ലോ. ഇനി അച്ഛയുടെ എളുപ്പപ്പണി അങ്ങ് ചെയ്ത് തന്നാ മതി, ഞങ്ങള് തിന്നാനിരിക്കാം. ഇഷ്ടപ്പെട്ടോ? കറിയൊന്നും കുഴപ്പമില്ല, നല്ല കറിയാ. അല്ല, ഞങ്ങളെന്താ പിന്നെ പാടുപെടുന്നേ? വേണ്ട, കുഴപ്പമില്ല. ഇനിയിപ്പം നമുക്ക് ഏതായാലും എളുപ്പമായി വെച്ചേ, നമുക്കൊല്ലാം തീരുമാനിക്കല്ലോ. കറി കഴിച്ചിട്ട് കൊള്ളാം. ഇനി തൊട്ട് അച്ചമ്മച്ചി മാറുക, അച്ഛനെ പ്രൊമോട്ട് ചെയ്തിട്ട് മെയിൻ കുക്കാക്കും. അച്ചമ്മച്ചിക്ക് നീ മിശ്രമ ജീവിതകാലം അല്ലേ? റിട്ടയർഡ് ലൈഫ്. ഇപ്പൊ ചിക്കൻ കറിയൊക്കെ കൊള്ളായിരുന്നില്ലേ? നല്ല അറിയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.